നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് PSC 2021 മുതൽ 2026 വരെ ചോദിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ പറഞ്ഞു പോകും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവൻ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ, അതായത് അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 358. നമുക്ക് ആർട്ടിക്കിൾ 19 പഠിക്കണം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആർട്ടിക്കിൾ 19 വരുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. ഇതിൽ 19(i)(a) വരുന്ന നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ ബിയിൽ വരുന്നത് സമാധാനപരമായി നമുക്ക് ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 19(1)(a) വരുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ ബിയിൽ വരുന്നത് സമാധാനപരമായിട്ട് ഒത്തുചേരാൻ. അതുപോലെ സിയിൽ വരുന്നത് നമുക്ക് സംഘടനകളും അതുപോലെ പ്രസ്ഥാനങ്ങളും രൂപീകരിക്കാനുള്ളതാണ്. പിന്നെ ഡിയിൽ വരുന്നത് ഇന്ത്യയിലുടനീളം സഞ്ചാര സ്വാതന്ത്ര്യമാണ്. സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഡിയിൽ വരുന്നത്. അതുപോലെ 19(1)(e) വരുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. അതുപോലെ ജിയിൽ വരുന്നത് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നത്, അതായത് സ്വന്തമായിട്ട് വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും അതുപോലെ നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് 19(1)(g) വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എഫിൽ വരുന്നത്, അത് ഇപ്പം നീക്കം ചെയ്തു. എഫിലുണ്ടായിരുന്ന ഏതായിരുന്നു? സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു എഫിലുണ്ടായിരുന്നു. അതിപ്പോൾ എടുത്തു കളഞ്ഞു, ഇല്ല. 19 വരുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. നമ്മളോട് എക്സാമിന് ചോദിച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ. 6 മൗലിക അവകാശങ്ങളുണ്ട്. 19 വരുന്നുണ്ട്. അത് നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 358. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? ഇന്ത്യയുടെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് ഏതാണ്? ഇതൊക്കെയാണ് വർത്തമാന പത്രം, പുസ്തകം, അതുപോലെ അച്ചടി പ്രസ്സൊക്കെ വരുന്നത് ഏതിലാണ്? കൺകറന്റ് ലിസ്റ്റാണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ലിസ്റ്റ്. അപ്പം നമുക്ക് ലിസ്റ്റും എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേന്ദ്ര ലിസ്റ്റിൽ വരുന്ന എന്തൊക്കെയാണെന്ന് പഠിക്കാം. ആദ്യം നമുക്ക് കേന്ദ്ര ലിസ്റ്റിൽ വരുന്ന ഏതൊക്കെയാന്ന് നോക്കാം. കേന്ദ്ര ലിസ്റ്റിൽ വരുന്നത് പ്രതിരോധം, പിന്നെ ആണവോർജം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, റെയിൽ ഗതാഗതം, തപാല്, തമ്പിത്തപാല്, വ്യോമയാനം, തുറമുഖം, അതുപോലെ വിദേശ വ്യാപാരം, നാണയവ്യവസ്ഥ. ഇതൊക്കെ വരുന്നത് കേന്ദ്ര ലിസ്റ്റിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. കേന്ദ്ര ലിസ്റ്റിൽ വരുന്നത് പ്രതിരോധം, ആണവോർജം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, റെയിൽ ഗതാഗതം, തപാല്, കമ്പിത്തപാല്, വ്യോമയാനം, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, പിന്നെ നാണയവ്യവസ്ഥ. ഇതൊക്കെ വരുന്ന കേന്ദ്ര ലിസ്റ്റിലാണ്. പിന്നെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത് കൃഷി, പോലീസ്, ജയില്, പ്രാദേശിക ഗവൺമെൻറ്, പൊതുജനാരോഗ്യം. ഇതൊക്കെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഭൂമി, മദ്യം, വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, പിന്നെ സംസ്ഥാന പബ്ലിക് സർവീസ്. ഇതൊക്കെ വരുന്നത് സംസ്ഥാന ലിസ്റ്റാണ്. ഏതൊക്കെയാണ്? കൃഷി, പോലീസ്, ജയില്, പ്രാദേശിക ഗവൺമെൻറ്, പൊതുജനാരോഗ്യം, ഭൂമി, മദ്യം, വാണിജ്യവും വ്യാപാരവും, പിന്നെ കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസ്. പിന്നെ സംയുക്ത ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിൻ്റെ കൈമാറ്റം, പിന്നെ വനം, പിള്ളാളി സംഘടനകൾ, മായം ചേർക്കൽ, പിന്നെ ദത്തെടുക്കലും പിന്തുടർച്ച അവകാശം. ഇതൊക്കെ വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. കേന്ദ്ര ലിസ്റ്റ് കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് ഈ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം. സംസ്ഥാന ലിസ്റ്റിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് ഈ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം വരുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് രണ്ടുപേർക്കും ഇതിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുണ്ടല്ല. കൂടുതൽ വരുന്നത് കേന്ദ്രത്തിലാണ്. അപ്പോൾ ഈ ടേബിൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് എന്താണ്?
പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷമാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ആക്ടിലാണ്. 1935 ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ആക്ടിലാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്ത? ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ളൊരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല, അത് ശരിയാണ്. അതുപോലെ ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. അതായത് സംസ്ഥാനങ്ങളിൽ നിയമസമിതികൾ സൃഷ്ടിക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്നത്. അടുത്തത് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാനാകും. ഇതൊക്കെ ശരിയാണ്. അടുത്തത് അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞത് എല്ലാം വരുന്നുണ്ട്. ഒരു വ്യക്തി ഗവൺമെന്റിന്റെ ഒന്നിലധികം കാര്യങ്ങളിലെ ഭാഗം ആകരുത്. അതുപോലെ ഗവൺമെന്റിന്റെ ഒരു കാര്യം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. അതുപോലെ ഗവൺമെന്റിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. ഇതെല്ലാം അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നതാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ആമുഖത്തിലാണ്. അടുത്തത് താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരം ഉള്ളത്? എല്ലാം വരുന്നുണ്ട്. ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം തെറ്റാണ്. നമുക്ക് ശരിയായിട്ടുള്ളത് നോക്കാം. ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. ശരിയായിട്ടുള്ളത്. ബാക്കി 2ഉം തെറ്റാണ്. അടുത്തത് മൗലിക അവകാശങ്ങൾ എന്നാൽ ഇതിൽ 2 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. ന്യായീകരിക്കാനാവുന്നവയാണ്. അതുപോലെ നെഗറ്റീവോ പോസിറ്റീവോ ആകാം. അതുപോലെ ഭേദഗതി തിരുത്താനാവുന്ന. അടുത്ത ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? പിനാക്കി ചന്ദ്ര ഘോഷാണ്. അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏത് വഴിയാണ്? 74 ഭരണഘടന ഭേദഗതി വഴിയാണ് 9A കൂട്ടിച്ചേർത്തത്. അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതിയാണ്. അടുത്ത താഴെ പറയുന്നവയിൽ ഏത് മൗലിക അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവെന്നും വിശേഷിപ്പിച്ചത്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പല വ്യവസ്ഥകളും കടമെടുത്തിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഇത് കടമെടുത്തത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻസ് എല്ലാം PSC ചോദിച്ചിരിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. നമ്മൾ ഓൾറെഡി NCERT ടെക്സ്റ്റ് ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോസ് കണ്ടാൽ മതി. നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് നിയമവാഴ്ച. ഏതൊക്കെയാണ് നിയമവാഴ്ച? അതുപോലെ ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് വ്യവസ്ഥ FPTP, അതുപോലെ പാർലമെന്ററി സംവിധാനം, പിന്നെ സ്പീക്കറിന്റെ സ്ഥാനവും അദ്ദേഹത്തിന്റെ പദവി, പിന്നെ നിയമനിർമ്മാണ നടപടിക്രമം. ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിക്കുന്നതാണ്. പഠിച്ചു വെക്കുക. നിയമവാഴ്ച, ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് വ്യവസ്ഥ, പാർലമെന്ററി ഭരണ സംവിധാനം, സ്പീക്കറുടെ സ്ഥാനവും അദ്ദേഹത്തിന്റെ പദവി, പിന്നെ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. അതുപോലെ അടുത്തത് അമേരിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് മൗലിക അവകാശം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. പിന്നെ നീതിന്യായ പുനരവലോകനം, പിന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇതൊക്കെ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അടുത്തത് കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ഏതൊക്കെയാണ്?
അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് പിന്നെ അവശിഷ്ട അധികാരം. ഇത് രണ്ടും കടമെടുത്തിരിക്കുന്നത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്. പിന്നെ ഐറിഷ്, അതാണ് എക്സാമിന് ചോദിച്ചത്, അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ. അതുപോലെ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നിയമവാഴ്ച, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ, പാർലമെന്ററി ഭരണ സംവിധാനം, സ്പീക്കറുടെ സ്ഥാനവും പദവി, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. അമേരിക്കയിൽ നിന്ന് മൗലിക അവകാശം, നീതിന്യായ പുനരവലോകനം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് അർദ്ധ ഫെഡറൽ ഗവൺമെന്റ്, അവശിഷ്ട അധികാരം. അയർലൻഡിൽ നിന്ന് നിർദ്ദേശക തത്വങ്ങൾ. പിന്നെ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത്? 52ാം ഭേദഗതിയാണ്. അടുത്തത്, നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേര് എന്താണ്? ജെറി മാൻഡറിംഗ് ആണ്. ജെറി മാൻഡറിംഗ്. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 330 മുതൽ 342 വരെയാണ്. ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളിലെ സംവരണം സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് ആരാണ്? അതിർത്തി നിർണയ കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? JB കൃപലാനിയാണ്. അടുത്തത്, ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഏതാണ്? ക്യോ വാറന്റോ. അടുത്തത്, 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡിയായിരുന്നു രാഷ്ട്രപതി. അടുത്ത, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 15ാം വകുപ്പാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ്? സോഷ്യലിസ്റ്റ് ആണ്. അടുത്തത്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷനാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് താഴെ പറയുന്ന ഏതു പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? രാഷ്ട്രത്തിന്റെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമ സംഹിത രൂപീകരിക്കുക. അടുത്ത്, ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്താണ് പൊതുജനാരോഗ്യം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? പൊതുജനാരോഗ്യം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടായത്? കേശവാനന്ദ ഭാരതി കേസ്. അടുത്ത, ലോകസഭയായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ളത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ശരി. ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR
അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് ഏതാണ്? സ്വത്തവകാശത്തെയാണ് നീക്കം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ്? EK തുങ്കൻ കമ്മിറ്റിയാണ്. അടുത്തത് ലിസ്റ്റാണ്. വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് വിദ്യാഭ്യാസം വരുന്ന കൺകറന്റ് ലിസ്റ്റാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെടുന്ന മൗലിക അവകാശം ഏതായിരുന്നു? ഭരണഘടന പരിഹാരം കാണുന്നതിനുള്ള അവകാശം. അടുത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നതെന്നാണ്? 1946 ഡിസംബർ 9 അതുപോലെ 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ആരാണ്? നെഹ്റു ആണ്. ഇതാണ് തെറ്റായിട്ട് വരുന്നത്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ഇതാണ് തെറ്റായിട്ട് വരുന്നത്. അടുത്ത, ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? സുകുമാർ സെൻ ആയിരുന്നു. അടുത്തത്, രാജ്യസഭ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ഇപ്പോഴത്തെ ആരാണ്? R വെങ്കട്ട രമണിയാണ്. അടുത്ത്, ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? ആർട്ടിക്കിൾ 280 അനുസരിച്ചാണ് ധനകാര്യ കമ്മീഷനെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്ത്, താഴെ പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ്. അത് പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒരു ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വയ്ക്കുന്നു. പിന്നെ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത്. നിർദ്ദേശ തത്വങ്ങൾ 4-ാം ഭാഗത്തിലാണ്. അതുപോലെ എന്താണ് ലക്ഷ്യം? ഒരു ക്ഷേമ രാഷ്ട്രം എന്നാണുള്ള ലക്ഷ്യം. അതുപോലെ കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ്? ഐറിഷ് ഭരണഘടനയിൽ നിന്ന്, അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 15% അധികമാകരുത് എന്ന വ്യവസ്ഥ ചെയ്ത ഭേദഗതി എത്രയാണ്? 91-ാം ഭരണഘടനാ ഭേദഗതിയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 15% അധികമാകരുത് എന്ന വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഭേദഗതി. ഇമ്പോർട്ടൻ്റ് ആണ് 91-ാം ഭേദഗതി. അടുത്തത്, 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടെ 29 വിഷയങ്ങൾ നമ്മളുടെ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് കൂടിച്ചേർത്തത്? 11-ാമത്തെയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A, ആർട്ടിക്കിൾ 51A എത്ര മൗലിക കടമകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? 11 അടുത്തത്, വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഏതാണ്? മൗലിക അവകാശമാണ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം. അടുത്തത്, ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടെയാണ്? ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളാണിത്. ഇമ്പോർട്ടൻ്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. അടുത്ത്, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം എത്രയാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് വരുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? 4A ആണ്. 4A വരുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമാണ്. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ
പരാമർശിക്കപ്പെട്ടിരിക്കുന്ന തീയതി ഏതാണ്? 26 നവംബർ 1949. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ മെൻഷൻ ചെയ്ത തീയതിയാണ് 1949 നവംബർ 26. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെന്റ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം സരൺ നേഗിയാണ്. അടുത്തത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗത്തെ അറിയപ്പെടുന്ന പേരാണ് ഇ ഗവേണൻസ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? ലോക്പാലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ആർട്ടിക്കിൾ 32. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ട മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഈ വാക്കുകൾ ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. അടുത്ത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 4 ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങൾ വരുന്നത്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് എന്നറിയപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരണവുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ്? 112. അടുത്തത് നിയമവാഴ്ച. നിയമവാഴ്ച എന്നാൽ എന്താണ്? എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ. തിരിച്ചറിയൽ രേഖയെന്ന് NA പൽക്കിവാല വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖയെന്ന് ആമുഖത്തെയാണ് NA പൽക്കിവാല വിശേഷിപ്പിച്ചത്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? PK ടുങ്കൻ കമ്മിറ്റിയാണ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം എത്രയാണ്? ആർട്ടിക്കിൾ 32. ഹൈക്കോടതിയുടെയാണ് 226 വരുന്നത്. സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ 32 അതുപോലെ ഹൈക്കോടതിയുടെ 226. അടുത്തത് രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അയർലൻഡിൽ നിന്ന് കടമെടുത്താണ് നിർദ്ദേശക തത്വങ്ങൾ. അതുപോലെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആരാണ്? സൂര്യകാന്താണ്. സൂര്യകാന്താണ് 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആരാണ്? സൂര്യകാന്ത്. ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ B ആണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റ് നടപടിയെ പറ്റിയുള്ള പ്രസ്താവന തന്നിരിക്കുന്നത് ശരിയായിട്ട് വരുന്ന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ A ആണ്. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം മാത്രമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം മാത്രമേ നമുക്ക് പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിക്കാൻ പറ്റൂ. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP കെയ്ത്താന്റെ മരണത്തെ തുടർന്ന് ആ ഒഴിവിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗം ആരാണ്? TT കൃഷ്ണമാചാര്യാണ്. അടുത്തത് എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ
വിസ്ത. പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു എന്ത്? സെൻട്രൽ വിസ്ത. അടുത്ത താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല. ഇതാണ് ആർട്ടിക്കിൾ 20. അതാണ് ശരിയായിട്ട് വരുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി ആർട്ടിക്കിളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതുപോലെ ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത് അറസ്റ്റിനും അതുപോലെ തടങ്കൽ വയ്ക്കുന്നതിനും എതിരായിട്ടുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 22 വരുന്നത്. ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് ബഹുമതികൾ നിർത്തലാക്കുക, അതായത് അക്കാഡമിക് മിലിറ്ററി ഒഴികെയുള്ള ബാക്കി ബഹുമതികളൊക്കെ നിർത്തലാക്കിക്കൊണ്ടുള്ള ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് നിയമസമത്വമാണ്, അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതുപോലെ ആർട്ടിക്കിൾ 15 ഇമ്പോർട്ടൻ്റ് ആണ്. വിവേചനം പാടില്ല, അതാണ് ആർട്ടിക്കിൾ 15 വരുന്നത്. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോടും വിവേചനം പാടില്ല, അതാണ് ആർട്ടിക്കിൾ 15 വരുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 16 ഇമ്പോർട്ടൻ്റ് ആണ്. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 16 വരുന്നത്. പിന്നെ ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനമാണ് ആർട്ടിക്കിൾ 17. അതുപോലെ ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കുക, ഇത് വരുന്നതാണ് ആർട്ടിക്കിൾ 18. ഈ ആർട്ടിക്കിളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അടുത്തത് 74 ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ത്രിതല സംവിധാനം നിലവിൽ വന്നു. ബാക്കിയെല്ലാം ശരിയാണ്, ബാക്കി പഠിച്ചു വെക്കണം. 74 ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെയാണ്? 12ാം പട്ടിക കൂട്ടിച്ചേർത്തത് 74 ഭരണഘടനാ ഭേദഗതി വഴിയാണ്. അതുപോലെ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കി. പിന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 74ാം ഭേദഗതി വഴിയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 19ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? നമ്മൾ ഓൾറെഡി 6 പഠിച്ചാണ്. ഇതിൽ ഉൾപ്പെടാത്തത് വരുന്നത് ഏതാണ്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് വരുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യമുണ്ട്. ഏതൊക്കെയാണ്? 1 വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം. പിന്നെ ബിയിൽ വരുന്നത് സമാധാനപരമായിട്ട് ഒത്തുചേരാൻ. പിന്നെ സിയിൽ സംഘടനകളും അതുപോലെ പ്രസ്ഥാനങ്ങളും രൂപീകരിക്കാൻ വേണ്ടി. ഡി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ ഉടനീളം എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ താമസിക്കാനുള്ള സൗകര്യമാണ് ഇയിൽ വരുന്നത്. അതുപോലെ ജിയിൽ വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനൊക്കെ. ഈ 6 ഇമ്പോർട്ടൻ്റ് ആണ്, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? ഏതൊക്കെയാണ്? വിദ്യാഭ്യാസവും വനവും ഒക്കെ വരുന്ന കൺകറന്റ് ലിസ്റ്റിലാണ്. നമ്മൾ 3 ലിസ്റ്റിലെയും വരുന്നൊക്കെ പഠിച്ചാണ്, അപ്പോൾ അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന പാസാക്കിയത്, അതാണ് ശരിയായിട്ട് വരുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ആരാണ്? പട്ടേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, തെറ്റാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റുവാണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? 389. അടുത്ത 2019 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിലെ ആംഗ്ലോ ഇന്ത്യൻ സംവരണത്തിൽ വന്ന മാറ്റം എന്താണ്? ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. പഠിച്ചു വെക്കുക. 104ാമത്തെ ഭേദഗതി വഴിയാണ് ലോകസഭകളിലേക്കും നിയമസഭകളിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉമാണ്. മൗലിക അവകാശങ്ങളിൽ പെടുന്ന ഏതൊക്കെയാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം,
ഈ രണ്ടെണ്ണമാണ് മൗലിക അവകാശങ്ങളിൽ പെടുന്നത്. ടോട്ടൽ നമുക്ക് മൗലിക അവകാശങ്ങൾ എത്ര എണ്ണമുണ്ട്? 6 എണ്ണമുണ്ട്. അതുപോലെ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ സ്വത്തവകാശത്തെ നീക്കം ചെയ്തു. ഇപ്പം 6 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. അപ്പം അത് 6 എണ്ണം പഠിച്ചു വെക്കുക. സമത്വത്തിനുള്ള അവകാശം, അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, പിന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, പിന്നെ ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചു വെക്കുക. നമ്മൾ ഓൾറെഡി കുറച്ച് ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ബൈഹാർട്ട് ചെയ്യുക. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 42ാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം നമ്മൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. അത് ശരിയാണ്. അതുപോലെ 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ. ഇത് രണ്ടും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമ്മൾ മൗലിക കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അതുപോലെ നിർദ്ദേശക തത്വം അയർലൻഡിൽ നിന്നാണ്. അടുത്ത കൺകറൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ്. വനം, വിദ്യാഭ്യാസം, അതുപോലെ വിവാഹം, വിവാഹമോചനം, ഇതൊക്കെ വരുന്നത് കൺകറൻ ലിസ്റ്റിലാണ്. അടുത്ത സൈബർ നിയമങ്ങൾ. സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതിലൊന്നുമല്ല വരുന്നത്. നമ്മൾ ഓൾറെഡി 3 ലിസ്റ്റിലെ കാര്യം പറഞ്ഞായിരുന്നു. ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. ഇവിടെ പറയുന്നുണ്ട് അവശിഷ്ട അധികാരങ്ങൾ. അതായത് ഈ 3 ലിസ്റ്റിലും പരാമർശിക്കപ്പെടുത്ത വിഷയങ്ങൾ വരുന്നത് അവശിഷ്ട അധികാരങ്ങൾ. അതായത് സൈബർ നിയമം വരുന്നത് എവിടെയാണ്? അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ വരുന്നത്. ഇന്ത്യയിൽ അവശിഷ്ട അധികാരങ്ങൾ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിന്. അപ്പം സൈബർ നിയമങ്ങൾ വരുന്ന എവിടെയാണ്? അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമം വരുന്നത്. അത് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. അവശിഷ്ട അധികാരങ്ങൾ വരുന്ന ഏതാണ്? സൈബർ നിയമങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ആദ്യത്തെ കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സർക്കാരിയ കമ്മിറ്റിയാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ആദ്യത്തെ കമ്മിറ്റി ഏതാണ്? സർക്കാരിയ കമ്മിറ്റി. അടുത്ത ഏത് കോടതികൾക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. അടുത്ത താഴെ പറയുന്നതിൽ സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കളക്ടർ, അതുപോലെ ചീഫ് സെക്രട്ടറി ആണ് സ്ഥിരം എക്സിക്യൂട്ടീവിൽ വരുന്നത്. അടുത്ത് രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. അടുത്തത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതിയാണ്. അടുത്തത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A ആണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 അടുത്തത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 25 മുതൽ 28 വരെ ഭാഗങ്ങളിൽ ഏത് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശമാണ് 25 മുതൽ 28 വരെ. അടുത്ത ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 157 ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം 4ഉം ശരിയാണ്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. അതുപോലെ 1989 61ാം ഭേദഗതി വഴി വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചു.
അതും ശരിയാണ്. അതുപോലെ ജാതി മത വർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇത് മൂന്നും ശരിയാണ്. അടുത്തത് കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലാണ് ഏത് കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തത് ശരിയല്ലാത്ത ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയായിട്ട് വരുന്ന ഏതൊക്കെയാണ്? നമ്മുടെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇത് രണ്ടും ശരിയാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 5 മുതൽ 11 വരെയാണ് പൗരത്വത്തിന്റെ ആർട്ടിക്കിൾ വരുന്നത്. അടുത്ത് ഭരണഘടനയുടെ 352ാം വകുപ്പ് പ്രയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. അടുത്തത് സമാധാനപരമായിട്ട് ആയുധമില്ലാതെ സംഘടിക്കാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത് പിന്നാക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 127ാം ഭേദഗതിയാണ്. അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത് ഏതാണ്? പൊതുജനാരോഗ്യമാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത്. മൗലിക അവകാശങ്ങൾ നമുക്ക് സമത്വത്തിനുള്ള അവകാശം വരുന്നതിൽ ഉൾപ്പെടാത്തയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ്. ബാക്കിയെല്ലാം സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നതാണ്. ജാതി മതം ലിംഗം ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കൽ. അതിന്റെ ആർട്ടിക്കിൾ വരുന്നത് 15ആണ്. അതുപോലെ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം അത് 16ആണ്. പിന്നെ സ്ഥാനപ്പേര് നിർത്തൽ അത് ആർട്ടിക്കിൾ 18ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം. 1993 ഡിസംബർ 3-നാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. അതുപോലെ ആർട്ടിക്കിൾ 243 പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 243 ആണ്. പിന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല. ഇത് 3ഉമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉമാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂട്ടിച്ചേർത്തത്. അതുപോലെ 1977 ജനുവരി 1 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. 4A ആണ്. ഭാഗം പഠിച്ചേക്കുക 4A. അടുത്ത ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ എത്രയാണ്? 58ആണ്. അടുത്ത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന 3 പേരടങ്ങുന്ന സമിതിയാണ്. അതുപോലെ തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ ലോകസഭ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്ന നമ്മുടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്തത് പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളിലെ എണ്ണം ലോകസഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ് യൂണിയന് കൺകറന്റ്. ഈ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. യൂണിയൻ ലിസ്റ്റിൽ 97, കൺകറന്റ് ലിസ്റ്റിൽ 47. ഇനി നമ്മൾ നോക്കും. നമ്മൾ ഇത്രയും നോക്കിയ ഭാഗത്ത് നിന്ന് കൂടുതലായിട്ടും കണ്ട ഒരു ക്വസ്റ്റ്യനാണ് മൗലിക അവകാശം. ഇത് നമ്മൾ നോക്കുന്നത് NCERT ടെക്സ്റ്റ് ബേസ് ചെയ്താണ്. ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ പറ്റി. മൗലിക അവകാശങ്ങൾ മറ്റ് സാധാരണ അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് ഭരണഘടന ഉറപ്പു നൽകുന്നതും ജുഡീഷ്യറി അതായത് നമ്മുടെ കോടതി സംരക്ഷിക്കുന്നതുമായിട്ടുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു.
മൗലിക അവകാശങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കിയ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാര് അവകാശങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിച്ചു. മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് 1928 നെഹ്റു കമ്മിറ്റിയാണ്. മൗലിക അവകാശങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റ് സ്വകാര്യ പൗരന്മാരുടെ അവകാശ നിഷേധങ്ങളിൽ നിന്നും വ്യക്തികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുക, അതുപോലെ പൗരന്മാരുടെ വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തുക, ജനാധിപത്യ വിജയം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് അവ. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ ഇരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 മൗലിക അവകാശങ്ങൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. PSC തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. ഭാഗം 3 വരുന്നത്. എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, പിന്നെ മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഈ 6 ഇമ്പോർട്ടൻ്റ് ആണ്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, പിന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ആദ്യം നമ്മൾ പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം വരുന്നത്. അത് എല്ലാ ആർട്ടിക്കിളും നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിലുള്ള സമത്വം പറയുന്നത്. അതുപോലെ വിവേചനം, ജാതി, മതം ഇതിന്റെ പേരിലൊന്നും വിവേചനം പാടില്ല. അത് വരുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 15. പിന്നെ ആർട്ടിക്കിൾ 16 അവസര സമത്വം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 14. 15 വിവേചനം പാടില്ല. 16 അവസര സമത്വം. പിന്നെ അയിത്ത നിർമ്മാർജ്ജനം, അൺടച്ചബിലിറ്റി, അതാണ് 17. പിന്നെ പദവി അല്ലെങ്കിൽ ബഹുമതികൾ ഒഴിവാക്കൽ, അതാണ് 18 വരുന്നത്. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. 19 തന്നെ 6 മൗലിക സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ സംഘടനകൾ രൂപീകരിക്കാൻ, പിന്നെ സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, പിന്നെ ഇഷ്ടമുള്ള തൊഴിലൊക്കെ നമുക്ക് തുടങ്ങാം. അതൊക്കെയാണ് 19 വരുന്ന കാര്യങ്ങൾ. പിന്നെ 20 വരുന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായിട്ടുള്ള ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണമാണ് 20 വരുന്നത്. കുറ്റകൃത്യം ചെയ്തവരെ അന്യായമായിട്ട് ശിക്ഷിക്കുന്നതിൽ നിന്നും ആണ് സംരക്ഷണം നൽകിയിട്ടുള്ള ആർട്ടിക്കിൾ 20. കുറ്റാരോപിതർക്ക് മതിയായ സംരക്ഷണം ലഭ്യമാക്കണമെന്ന് അത് വ്യവസ്ഥ ചെയ്യുന്നു. കുറ്റം ആരോപിക്കുന്ന ആള് കുറ്റവാളി ആവണമെന്നില്ല. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമേ കുറ്റവാളി ആകുള്ളൂ. അതിനാൽ ഭരണഘടന താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. അതായത് കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റക്കാരനെ ശിക്ഷിക്കാൻ പാടുള്ളൂ. അതുപോലെ പിൻകാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാലത്തെ കുറ്റകൃത്യങ്ങൾക്ക് ബാധകമല്ല. പിന്നെ കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമമനുസരിച്ച് എന്ത് ശിക്ഷ നൽകുന്നോ അതിൽ കൂടുതലായിട്ട് ശിക്ഷ ആർക്കും കൊടുക്കരുത്. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല. അതുപോലെ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായ സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഒരു വട്ടം PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ PDF വേണ്ടവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അതുപോലെ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന ആർട്ടിക്കിൾ 21. അടുത്ത ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായിട്ട് ചേർക്കപ്പെട്ടാണ് ആർട്ടിക്കിൾ 21A. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുന്നതാണ് ആർട്ടിക്കിൾ 21A. അതുപോലെ ആർട്ടിക്കിൾ 22 എന്ന് പറയുന്ന അന്യായമായ അറസ്റ്റ്, തടങ്കല് ഇതിനൊക്കെ എതിരായിട്ടുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 22 വരുന്നത്. പിന്നെ വരുന്ന ചൂഷണത്തിനെതിരായ അവകാശമാണ് 23ഉം 24. അത് 23 പറയുന്നത് മനുഷ്യനെ വിൽപ്പന ചെറുക്കാക്കുകയും അടിമയാക്കുന്നതിനും നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുന്നതാണ് 23 വരുന്നത്. പിന്നെ 24 വരുന്ന ബാലവേലയാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ ഒക്കെ തൊഴിലിൽ ഏർപ്പെടുത്തുന്നതാണ് ആർട്ടിക്കിൾ 24 വരുന്നത്. പിന്നെ വരുന്നത് മതസ്വാതന്ത്ര്യമുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ളതാണ് മതസ്വാതന്ത്ര്യമുള്ള അവകാശത്തിൽ വരുന്നത്.
പിന്നെ വരുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം 29 30 വരുന്നതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തിൽ. ഇതിൽ 29 എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവയ്ക്ക് സംരക്ഷണം നൽകുന്നതാണ്. പിന്നെ ഈ 30 എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. പിന്നെ അടുത്ത 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവകാശമാണ്. ഇതിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32 PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. ഇനി പഠിക്കേണ്ടത് റിട്ടാണ്. നമ്മുടെ മൗലിക അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ പൗരന് നൽകുന്ന അവകാശമാണ് റിട്ട് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 5 എണ്ണമുണ്ട്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ഹെബിയസ് കോർപ്പസ് ആണ്. ശരീരം ഹാജരാക്കുക എന്നാണ് ഹെബിയസ് കോർപ്പസ് എന്ന ലത്തീൻ ശൈലിയുടെ അർത്ഥം. ശരീരം ഹാജരാക്കുക. പൗരന്മാരെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായിട്ടുള്ള ഉത്തരവാണ് ഹെബിയസ് കോർപ്പസ്. അടുത്തത് മൻഡാമസ് ആണ്. ഞങ്ങൾ കൽപ്പിക്കുന്നു. ഇത് പഠിച്ചു വെക്കണം. ബേസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് മൻഡാമസിന്റെ അർത്ഥം. ഹെബിയസ് കോർപ്പസിന്റെ ശരീരം ഹാജരാക്കുക. ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് മൻഡാമസിന്റെ. ഒരു വ്യക്തി തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മൻഡാമസ്. ഞങ്ങൾ കൽപ്പിക്കുന്നു. അടുത്ത പ്രൊഹിബിഷനാണ്. കീഴ്ക്കോടതികൾ അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതികൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്നതിന് മേൽക്കോടതികൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. അടുത്ത് സെർഷ്യോറിയാണ്. ഒരു കാര്യത്തെപ്പറ്റി അറിവ് കൊടുക്കുക എന്നാണ്. അത് ഒരു കാര്യത്തെപ്പറ്റി അറിവ് കൊടുക്കുക. സെർഷ്യോറിയുടെ മീനിങ് ആണ് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവാണ് ഏത്? സെർഷ്യോറി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവാണ് സെർഷ്യോറി. അടുത്തത് കോവാറന്റോ. എന്തധികാരം കൊണ്ടെന്നാണ് അർത്ഥം വരുന്നത്. ഒരാളെ അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവാറന്റോ. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പഠിച്ചു വെക്കുക. ഹെബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മൻഡാമസ് ഞങ്ങൾ കൽപ്പിക്കുന്നു. പിന്നെ എന്തധികാരം കോവാറന്റോ ആണ്. ഇതൊക്കെയാണ് PSC കൂടുതലും ചോദിച്ചേക്കുന്നത്.